എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന സദ്ഗുരുവിനാൽ സ്ഥാപിതമായ ഇഷ ഫൗണ്ടേഷൻ്റെ വോളണ്ടിയേഴ്സാണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഇഷയുടെ ഒരു ഹഠയോഗ അധ്യാപകനുമാണ്. ഇദ്ദേഹം ഡോക്ടർ പ്രശാന്ത്, ഇദ്ദേഹം രാഹുൽ രാജീവ്, ഇദ്ദേഹം ഒരു വീഡിയോ എഡിറ്ററും അനിമേറ്ററുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഫെബ്രുവരി 15-നാണ്. എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ നമ്മൾ ഇഷയിൽ മഹാശിവരാത്രി ആഘോഷിക്കാറുണ്ട്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അവിടെ അതിൽ പങ്കെടുക്കാറുണ്ട്. രാത്രി മുഴുവൻ അവിടെ അതിൽ ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കറിയാം, എല്ലാവർക്കും അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 100-ലധികം TV ചാനലുകളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയും ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം 140 മില്യൺ, അതായത് 14 കോടിയോളം ആളുകൾ ലൈവായിട്ടും അതിൽ ജോയിൻ ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സദ്ഗുരുവിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു തുള്ളി ആത്മീയത, അറ്റ്ലീസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് സ്പിരിച്വാലിറ്റി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഇഷ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ ശിവരാത്രിക്ക് നമ്മൾ കേരളത്തിലുടനീളം ഒരു 29ഓളം ക്ഷേത്രങ്ങളുമായി ചേർന്ന് അവിടെയും ഈ ലൈവ് സ്ട്രീമിംഗ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ നമ്മൾ ഇത്തവണ വരുന്ന ജില്ലകൾ വന്നിട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 29 ക്ഷേത്രങ്ങളിൽ ഇത്തവണ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. 1-2 ക്ഷേത്രങ്ങളുടെ പേര് ജസ്റ്റ് പറഞ്ഞു പോവാം. തിരുവനന്തപുരത്ത് കാന്തല്ലൂർ വലിയശാല ടെമ്പിൾ, മണിക്കോട് ശിവ ടെമ്പിൾ വഞ്ഞാറമൂട്, കുളത്തൂക്കര ശിവ ടെമ്പിൾ കുളത്തൂർ കഴക്കൂട്ടം, കോഴിക്കോട് പാർത്ഥസാരഥി ടെമ്പിൾ, പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യ ടെമ്പിൾ, എറണാകുളം മഹാദേവ ടെമ്പിൾ മട്ടാഞ്ചേരിയിലുള്ളത്. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് 29ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തവണ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഒരുമിച്ച് വന്ന് പങ്കെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ ടെമ്പിളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ലൈവ് സ്ട്രീമിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തവണ രുദ്രാക്ഷം ഒരു പ്രസാദമായിട്ട് താല്പര്യമുള്ളവർക്ക് നൽകുന്നുണ്ട്. അത് സൗജന്യമായിട്ട് തന്നെയാണ് നൽകുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ധ്യാനലിംഗ ടെമ്പിളിൽ വെച്ച് പവിത്രീകരിച്ച പഞ്ചമുഖി രുദ്രാക്ഷങ്ങളാണ്. പഞ്ചമുഖി രുദ്രാക്ഷം ആകുമ്പോൾ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, ഏത് ജീവിത സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ കുടുംബസ്ഥരാണെങ്കിലും ആത്മീയ പാതയിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ധരിക്കാവുന്ന രുദ്രാക്ഷങ്ങളാണ് പഞ്ചമുഖി രുദ്രാക്ഷങ്ങൾ. ഇത് നമ്മൾ സൗജന്യമായിട്ട് അവിടെ നൽകുന്നുണ്ട്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ആ ഒരു സമയത്ത്, ആ ഒരു രാത്രിയിൽ അവിടെ അന്നദാനവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഹാശിവരാത്രി ദിനത്തിൽ ഞങ്ങൾ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇഷയിൽ കൊടുക്കാൻ കാരണം, ആ ഒരു ദിവസം നമുക്ക് നമ്മുടെ ആത്മീയതയും അല്ലെങ്കിൽ നമ്മുടെ അവബോധവും എല്ലാം കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അന്ന് ആ ഒരു രാത്രിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഹാശിവരാത്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു രാത്രി നമ്മൾ നട്ടെല്ല് നിവർന്നിരിക്കുക എന്നുള്ളതാണ്. നട്ടെല്ല് നിവർന്നിരുന്നുകൊണ്ട് ഉറങ്ങാതെ ഉണർവോടുകൂടി ഒരു രാത്രി മുഴുവൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ അങ്ങനെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നത് ആവശ്യമായതുകൊണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടിയും ഒരു ആനന്ദത്തോടു കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷത്തെ പോലെയും ഇത്തവണയും വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നമ്മൾ ഇഷയിൽ ചെയ്തിരിക്കുന്നത്. അത് 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തുടങ്ങി 12 മണിക്കൂറോളം രാവിലെ 6 മണി വരെയും കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് പ്രോഗ്രാംസും സോങ്സ്, ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാംസും അതിനോടൊപ്പം തന്നെ ആത്മീയതയുമായി ചേർന്നിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും എല്ലാം അവിടെ നടക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ടും ലൈവ് സ്ട്രീമിങ്ങിലൂടെ എല്ലാം അതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇത്തവണത്തെ മഹാശിവരാത്രിയിൽ ഈ 12 മണിക്കൂർ വരാൻ പോകുന്നത് പ്രോഗ്രാമുകൾ എന്നതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ ഡോക്ടർ പ്രശാന്തിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ ഒരു പ്രശാന്ത് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ഇഷയ വോളണ്ടിയറാണ്. ഈ 2026 മഹാശിവരാത്രി നമ്മുടെ ഇഷ യോഗ സെൻറ്ററിൽ സംഘടിപ്പിക്കുമ്പോഴത്തേക്കും അന്നത്തെ ഒരുപാട് കലാപരിപാടികളും അന്നത്തെ പ്രോഗ്രാംസിനെ കുറിച്ച് ജസ്റ്റ് ബ്രീഫ് ഞാൻ ചെയ്യാം. സദ്ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, സദ്ഗുരുവിൻ്റെ ഒപ്പം നമുക്ക് അന്ന് ഒരു ഭക്തിയും അതുപോലെ തന്നെ സംഗീതവും ധ്യാനവും എല്ലാം ഒന്നിക്കുന്ന ഒരു രാത്രി ഉടനീളം നടക്കുന്ന ഒരു ആഘോഷമാണ് അന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 14-ാം തീയതി ധ്യാന ലിംഗത്തിൽ വെച്ചിട്ട് പഞ്ചഭൂത ആരാധനയോടെയാണ് നമ്മൾ തുടങ്ങുന്നത്, ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ 15-ാം തീയതി നമുക്ക് ഈ രാത്രി ഉടനീളമുള്ള ഈ ആഘോഷങ്ങൾ, പരിപാടികൾ നമുക്ക് ലിംഗഭൈരവി മഹായാത്രയോടെയാണ് തുടങ്ങുന്നത്. അപ്പം വൈകിട്ട് 6 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ
16-ാം തീയതി രാവിലെ 16-ാം തീയതി രാവിലെ 6 മണി വരെയാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മഹാശിവരാത്രി ദിനത്തിൽ പ്രത്യേകിച്ചെന്ന് പിന്നെ നമ്മുടെ ഈശോ യോഗ സെൻറ്ററിലുള്ള ധ്യാനലിംഗ ക്ഷേത്രവും അതുപോലെ തന്നെ ലിംഗഭൈരവി ദേവി സന്നിധിയും രാത്രി ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ രാത്രിയും തുറന്നിരിക്കുന്നതായിരിക്കും. ഇത്തവണത്തെ മഹാശിവരാത്രിയുടെ പ്രത്യേകത, പ്രധാന ആകർഷണം എന്ന് പറയുന്നത് യോഗേശ്വര മഹാഅഭിഷേകമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും സൗജന്യമായിട്ട് പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷനുണ്ട്, പക്ഷെ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈശോ യോഗ സെൻ്ററിലുള്ള 112 അടി ഉയരമുള്ള നമ്മുടെ ആദിയോഗി പ്രതിമ ജ്യൂസ്റ്റാക്കുന്ന ആദിയോഗി ദിവ്യ ദർശനം എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാംസിലേക്ക് ഇടയ്ക്ക് ഉപരി ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വളരെ പ്രശസ്തരായ, വളരെ പ്രഗത്ഭരായ കലാകാരന്മാരുടെ പ്രോഗ്രാംസ് അന്ന് അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈശോയുടെ തന്നെ സ്വന്തം സംഗീത ബാൻഡായ സൗണ്ട്സ് ഓഫ് ഇഷ വളരെ വിദഗ്ധമായ, വളരെ വൈവിധ്യമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോക്ക് സോങ്സിൻ്റെയൊക്കെ പ്രശസ്തി നേടിയ ആദ്യത്തെ ഗദ്വി എന്നൊക്കെ പറഞ്ഞ കലാകാരന്മാർ അവിടെ അന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ, ഇപ്പം പുരാതന വാദ്യമേളങ്ങളിൽ എക്സ്പേർട്ടൊക്കെ ആയ പിന്നെ നമുക്ക് പ്രശാന്ത് സുനാഗ്ര എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കലാകാരന്മാർ അന്ന് അവിടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അന്ന് അർദ്ധരാത്രിയിൽ സദ്ഗുരു എല്ലാവരെയും മഹമ്മദ് ദീക്ഷയിലേക്ക് നയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 16-ാം തീയതി രാവിലെ നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു പവർഫുള്ളായിട്ട് ധ്യാനത്തിനും സദ്ഗുരു പിന്നെ നേതൃത്വം നൽകുന്നുണ്ട്. ഈ പ്രോഗ്രാംസ് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും നമ്മൾ വീക്ഷിച്ചാലും നമുക്ക് ഇത് 2026 ഈ മഹാശിവരാത്രി എന്ന് പറയുന്നത് ഒരു അവബോധത്തിൻ്റെ ഒരു ഉണർവിൻ്റെയും ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള മഹാശിവരാത്രി പിന്നെ വെബ് പേജിൽ അവൈലബിൾ ആണ്. നമസ്കാരം. 1-2 കാര്യങ്ങളോട് അതിൽ കൂട്ടിച്ചേർക്കാനായിട്ട്, ആദിയോഗി മഹാരഥിയുടെ കാര്യം പറഞ്ഞിരുന്നു. യോഗേശ്വര ലിംഗ മഹാരഥി, അത് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ അത് ഫ്രീ രജിസ്ട്രേഷനാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ജനിച്ച സമയവും നാളും വച്ചിട്ട് അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേരിലും അവിടെ ആരതി നടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ 15-ാം തീയതി വൈകിട്ട് 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ 12 മണിക്കൂർ ആ പ്രോഗ്രാം നടക്കും. ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു മീറ്റിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഒഫീഷ്യലായിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് വന്ന് അവിടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്ന പേപ്പറിൽ ആ നമ്പറുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പാസും അതെല്ലാം അവർ വോളണ്ടിയേഴ്സ് റെഡിയാക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ടെമ്പിൾസിലാണെങ്കിൽ ടെമ്പിൾസിലായാലും ജോയിൻ ചെയ്ത് എല്ലാവരുമായിട്ട് ഒരുമിച്ച് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കും.